റിപ്പോർട്ടർ വാർ അഗെയിൻസ്റ്റ് ഡ്രഗ്സിന്റെ ഭാഗമാവുകയാണ് ADGP മനോജ് എബ്രഹാം. മയക്കുമരുന്നിന്റെ ഉറവിടം കണ്ടെത്താനുള്ള ഊർജിത ശ്രമത്തിലാണ് പോലീസ് എന്ന് അദ്ദേഹം പറയുന്നു. കഞ്ചാവ് എത്തുന്നത് ഒറീസ, ബീഹാർ, ആന്ധ്ര സംസ്ഥാനങ്ങളിൽ നിന്നും സിന്തറ്റിക് ലഹരി എത്തുന്നത് ഗോവ, കർണാടക സംസ്ഥാനങ്ങളിൽ നിന്നുമാണെന്നും ADGP തന്നെ സ്ഥിരീകരിക്കുന്നത്. മയക്കുമരുന്ന് പിടിക്കാൻ അന്തർ സംസ്ഥാന ഓപ്പറേഷൻ നടത്തും. 6 സംസ്ഥാനങ്ങളിലെ DGPമാർ യോഗം ചേർന്നിട്ടുണ്ട്. സ്കൂളുകൾ കേന്ദ്രീകരിച്ച് ബോധവൽക്കരണ പരിപാടി ശക്തമാക്കും. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം പ്രത്യേക പദ്ധതി തയ്യാറാക്കുമെന്നും ADGP റിപ്പോർട്ടറിനോട് പറഞ്ഞു. കേൾക്കാം. നാട്ടിൽ വല്ലാതെ ഈ ലഹരിക്കൊപ്പം യുവാക്കൾ സഞ്ചരിക്കുകയാണ്. വലിയ അപകടത്തിലേക്ക് നാട് നീങ്ങുന്നുവെന്ന് മുഖ്യമന്ത്രി തന്നെ പറയുന്നു. എങ്ങനെയാണ് ഇതിനെ മാനേജ് ചെയ്യുന്നത് പോലീസ്? നമ്മുടെ കുറ്റകൃത്യങ്ങളുടെ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു വലിയൊരു ശതമാനം കേസുകളിൽ നമ്മൾ ഈ ഡ്രഗ്സിൻ്റെ ഡയറക്റ്റോ ഇൻഡയറക്റ്റോ ഇൻഫ്ലുവൻസ് കാണുന്നുണ്ട്. അതുകൊണ്ട് ഡ്രഗ്സും ആൽക്കഹോളും നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ക്രൈം മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു കാര്യമായിട്ട് വന്നിട്ടുണ്ട്. ഗഞ്ചാൻ്റെയൊക്കെ സോഴ്സ് നമുക്കറിയാം, കുറച്ച് ഒറീസ, ബീഹാർ, ആന്ധ്രാപ്രദേശ് അങ്ങനത്തെ സ്റ്റേറ്റ്സിലേക്ക് വരുന്നത്. അപ്പോൾ അവിടെ പോയിട്ട് ആ സോഴ്സിൽ പിടിക്കാനുള്ള കാര്യം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതല്ലാതെ MDA മറ്റേ സിന്തറ്റിക് ഡ്രഗ്സ് ഒക്കെ ബാംഗ്ലൂർ, ഗോവ ആ ഭാഗത്തു നിന്നൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് ഭാഗത്തും സോഴ്സ് വരെ എത്താനുള്ള ഒരു നടപടി നമ്മൾ DHണ്ടത് വളരെ കാര്യക്ഷമമായിട്ട് നമ്മൾ ഈ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. ഡിമാൻഡ് സൈഡിൽ നമ്മൾ കുറേ അവയർനെസ് പ്രോഗ്രാംസ്, നമ്മുടെ ജനമൈത്രി പദ്ധതി വളരെ ആക്ടിവേറ്റ് ചെയ്തിട്ട് സ്കൂൾ ലെവലിലും നമ്മുടെ പഞ്ചായത്ത് ലെവലിലും ലോക്കൽ ലെവലിലും നമ്മളത് ആക്ടിവേറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. അതല്ലാതെ സ്റ്റുഡൻറ്റ് പോലീസ് കാഡറ്റ്സ് ഉണ്ട്, അവരെ ഉപയോഗിച്ചും നമ്മൾ ഈ ആൻറ്റി ഡ്രഗ് ക്യാമ്പയിൻ വളരെ കൂടുതൽ വിപുലമായിട്ട് കൊണ്ടുപോകാനുള്ള ഒരു ഭാഗമായിട്ടാണ് നമ്മൾ മുമ്പിലോട്ട് പോകുന്നത്. പോലീസ് ഈ മയക്കുമരുന്ന് ഇല്ലാതാക്കാനുള്ള വലിയ ശ്രമം നടത്തുന്നുണ്ട്. അതിനൊപ്പം സമൂഹത്തിന് എത്രത്തോളം ഉത്തരവാദിത്വമുണ്ട്? ഈ ഒരു ക്യാമ്പയിൻ നമ്മൾ മുമ്പിലോട്ട് കൊണ്ടുപോയില്ലെങ്കിൽ നമ്മളൊരു അപകടത്തിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ബഹുമാനപ്പെട്ട സ്റ്റേറ്റ് പോലീസ് ചീഫും ഞങ്ങളൊരു വലിയ പദ്ധതി ഈ സ്കൂൾ തുടങ്ങുമ്പോൾ, നെക്സ്റ്റ് സ്കൂൾ സെഷൻ തുടങ്ങുമ്പോൾ വരെ ഒരു വിപുലമായിട്ട് പ്രോഗ്രാം ബഹുമാനപ്പെട്ട CM ആദ്യമേ ഇപ്പം ആലോചിച്ചിട്ടുണ്ട്. അതിൻ്റെ രൂപരേഖ നമ്മൾ തയ്യാറായിക്കൊണ്ടിരിക്കുക. പലപ്പോഴും പറയപ്പെടുന്നത് ഈ മയക്കുമരുന്ന് പിടിക്കപ്പെടും, അത് കഞ്ചാവോ അല്ലെങ്കിൽ MDMA അടക്കം, അത് പക്ഷേ അതിൻ്റെ കണ്ണികൾ, അതിൻ്റെ ഏറ്റവും പ്രധാന കേന്ദ്രത്തിലേക്ക് എത്തുന്നതിന് വലിയ തടസ്സങ്ങളുണ്ട്. പോലീസിനായാലും എക്സൈസിനായാലും അത് വലിയ വെല്ലുവിളിയാണ്. അതെങ്ങനെ ഇനി അങ്ങോട്ട് അത് അതിജീവിച്ച് എങ്ങനെ മുന്നോട്ട് പോകും? നമ്മളൊരു ഇൻ്റർ സ്റ്റേറ്റ് കോർഡിനേഷൻ മീറ്റിംഗ്, നമ്മൾ എല്ലാ DGPമാരുടെയും ഇൻ്റർ സ്റ്റേറ്റ് മീറ്റിംഗ് ഈ അടുത്ത ഒരാഴ്ച മുമ്പേ നമ്മൾ നടത്തുകയുണ്ടായി. അപ്പോൾ ഒരു കോർഡിനേഷൻ, ഒരു സ്റ്റേറ്റ് ലെവൽ കോർഡിനേഷൻ്റെ ഒരു പദ്ധതിയും നമ്മൾ രൂപമിട്ടിട്ടുണ്ട്. ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ഈ ഒരു 6 സ്റ്റേറ്റ്സിൻ്റെ ADGPമാർ തന്നെ അതിനകത്ത് മെമ്പേഴ്സായിട്ട് നമ്മളൊരു ഡേ കോർഡിനേഷൻ, അപ്പോൾ ഇവിടെ ഒരു പിടിച്ച് സോഴ്സ് എവിടെ ആണെങ്കിൽ അവർ പിടിക്കാനുള്ള ഒരു സഹായം തരാമെന്ന് പറഞ്ഞാൽ അത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് അതിൻ്റെയും നല്ല റിസൾട്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ശ്രീലങ്ക വഴിയൊക്കെ രാജ്യത്തേക്ക് മയക്കുമരുന്ന് എത്തിയ ഒരു ചരിത്രം ഉണ്ടായിരുന്നു. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ പുറത്തുനിന്ന് സംസ്ഥാനത്തേക്ക് മയക്കുമരുന്ന് എത്തുന്നതായിട്ട് ശ്രദ്ധയപ്പെടുന്നത്, അങ്ങനെ ഒരു ഭീഷണി നിലനിൽക്കുന്നുണ്ടോ? കുറച്ച് എയർപോർട്ട് വഴി, ഗൾഫ് വഴിയും തായ്ലൻഡ് വഴിയൊക്കെ വരുന്ന അതിൻ്റെ സിന്തറ്റിക് ഗഞ്ച വരുന്നുണ്ടെന്ന് പറഞ്ഞൊക്കെ ഇൻഫർമേഷൻ ഉണ്ട്. പക്ഷെ അത് നമ്മൾ എയർപോർട്ട്സിലെ കസ്റ്റം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കൂടിയിട്ട് വളരെ നല്ലതായിട്ടൊരു നോക്കുന്നുണ്ട്. നമ്മൾ ടിപ്പർ ലോറികളൊക്കെ അവരുടെ ഡ്രൈവർമാർ ഒരു വാട്സപ്പ് ഗ്രൂപ്പ്, ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഒരു വാട്സപ്പ് ഗ്രൂപ്പാണ്, അത് കൂടുതലുണ്ടെന്നാണ് പറയുന്നത്, ഡ്രൈവർമാർ തന്നെ പറയുന്നത്. അതിൽ പോലീസിൻ്റെ ചെക്കിംഗ് പോയിന്റുകൾ, MVDമാരുടെ ചെക്കിംഗ് പോയിന്റുകൾ അതിൽ പങ്കുവെക്കുകയാണ്. അവിടെ അടുത്ത ആഴ്ച മുതൽ മയക്കുമരുന്ന് കണ്ടെത്താനുള്ള പരിശോധന കൂടി ഉണ്ടാകും എന്ന ഇൻഫർമേഷൻ ഷെയർ ചെയ്യും. അത് നിയമവിരുദ്ധമല്ലേ അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ? അതെ, ടോട്ടലി നിയമവിരുദ്ധം തന്നെ. അത് നമ്മുടെ കുറച്ച് ഗ്രൂപ്പ്സ് അങ്ങനെ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്, അവരുടെ പേരിൽ നടപടി എടുത്തിട്ടുമുണ്ട്. മയക്കുമരുന്ന് വിതരണം ചെയ്ത് വിൽപ്പന നടത്തുന്നവർ പ്രതികളായി അവർ ജയിലിനകത്ത് പോയി പുറത്തേക്ക് വന്നാൽ വീണ്ടും ഈ കുറ്റകൃത്യത്തിൽ ഏർപ്പെടുന്ന കാര്യം പലപ്പോഴും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ എങ്ങനെയാണ് തടയാൻ പറ്റുക? ഈ ഡ്രഗ് കേസിൻ്റെ അത് കൺവിക്ഷൻ തീരെ കുറവാണ്. അത് വളരെ വലിയൊരു ഭാഗമാണ് ഇതൊരു റിപ്പീറ്റ് ഒഫൻഡേഴ്സ് വരാനുള്ള കാര്യം. അപ്പോൾ നമ്മൾ അതിനകത്തും വളരെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ പ്രോസിക്യൂഷൻ വിങ് നമ്മൾ ഈ NDPS കേസസ് വളരെ കാര്യമായിട്ട് അന്വേഷിക്കാനും, ഇതിനകത്ത് കുറേ കേസസ് വിട്ടുപോകുന്ന കുറച്ച് പ്രൊസീജറൽ പ്രോബ്ലംസ് വെച്ചിട്ട്, അപ്പോൾ ആ പ്രൊസീജറൽ ഡിലേസ് മാറ്റാൻ നമ്മളൊരു SOP ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ SOP ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ കേസസ് കൂടുതൽ കൺവിക്ഷനിലോട്ട് എത്താൻ സാധിക്കും. അപ്പോൾ ഇങ്ങനത്തെ റിപ്പീറ്റഡ് ഒഫൻഡേഴ്സിൻ്റെ കാര്യം അങ്ങനെ നമുക്ക് നിർത്താൻ പറ്റും. റോഷിപാലാണ് ADGPയുമായി സംസാരിച്ചത്. ADGP പറയുന്നത് പോലെ ഈ സംസ്ഥാനങ്ങളിൽ നിന്ന് സിന്തറ്റിക് ഡ്രഗ്സ് വരുന്നതും കഞ്ചാവ് അടക്കമുള്ള ഡ്രഗ്സ് വരുന്നതും പല സ്ഥലങ്ങളിൽ നിന്നാണ്. ഗോവ, കർണാടക ഭാഗങ്ങളിൽ നിന്നാണ് സിന്തറ്റിക് ഡ്രഗുകളിൽ കൂടുതലും എത്തുന്നത്. MDMA അടക്കം എത്തുന്നതും വലിയ വിപത്താണ് എന്നുള്ളത് നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ കാണുകയും വേണം.